രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി ഇഡ്ഡലിയും പിന്നെ ചമ്മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഷുട്ടൂപ്പ് ഇത് എണീച്ച് വന്നിട്ട് ആളുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൾ അതിൽ കാസറോളിൽ ചോറും കറിയും വെച്ച് കളിക്കലായിരുന്നു. അതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഷുട്ടൂനെ റാഗി കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴേക്കും ഇതാ ഓരോ അലമ്പും കാണിച്ച ആൾ വന്നിട്ടുണ്ട്. ആൾ ക്രാങ്കി ആയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ റാഗിയൊക്കെ കാച്ചി ഇത് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും, വലിയ കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം ഇപ്പോൾ എല്ലാ സാധനവും. അതിന് വേണ്ടിയിട്ടുള്ള വാശിയായിരിക്കും പിന്നെ കുറച്ച് സമയത്തേക്ക്. ഇതാ അവൾക്ക് റാഗിയൊക്കെ കൊടുത്തു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ എല്ലായിടത്തും. നമുക്ക് മഴയൊക്കെ ഇല്ലേ? നമുക്കും നല്ല മഴയായതുകൊണ്ട് മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ ശോകാവസ്ഥയിൽ ഇതാ പച്ചക്കറിയും ഉപ്പേരിയും ഒക്കെ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 11 മണി 11:30 ആയപ്പോൾ ഞാൻ ചുട്ടൂന് കുറച്ച് ഡേറ്റ്സ് ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് കൊടുത്തു. അതും അവളിരുന്ന് കഴിച്ചോളും. ഇപ്പം ഡേറ്റ്സ് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. മറ്റേ ഞാൻ ക്യാരറ്റൊക്കെ അരക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടായിരുന്നു കൊടുക്കാറുള്ളത്. പിന്നെ ഇതാ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ആൾക്ക് ലഞ്ച് കൊടുക്കാമെന്ന് വെച്ചു. ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പടവും തൈരൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അത് തന്നെ ഞാൻ കഴിപ്പിക്കണമെങ്കിൽ ഒരു യുദ്ധം തന്നെ നടത്തേണ്ട അവസ്ഥയാണ്. എൻ്റെ ക്ഷമേൻ്റെ എല്ലാ നെല്ലിപ്പലകയും ഇളകി പണ്ടാറടങ്ങിയിട്ടാണ് ഒരു ഫുഡ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. പ്രത്യേകിച്ച് രാവിലത്തെയും ഉച്ചക്കത്തെയും. പിന്നെ ഒരു പ്രശ്നവുമില്ല, അവൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. ഉച്ചക്കത്തെ അവൾ ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ഉരുളയാക്കി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് കൊടുത്താൽ അതങ്ങ് കഴിച്ചോളും. അതിനെന്താ അവൾക്ക് ഫുഡ് കൊടുക്കുന്നതിനടുക്ക് എനിക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കടിച്ചമർത്തി പിടിച്ച് പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷുട്ടൂന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ അവളെ കൊണ്ടുപോയി ഉറക്കി. പിന്നെ എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണ തേച്ച് കുളിപ്പിക്കലാണ് പരിപാടി. നമ്മൾ എണ്ണേൻ്റെ വീഡിയോ ഓയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയിട്ട് നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ആൾ നല്ല പരിവായതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഷുട്ടൂന് ഇതാ ബട്ടർ ഇട്ടിട്ട് നമ്മുടെ പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്ലേ ടൈമാണ്. കുറേ നേരം ഇങ്ങനെ കളിക്കും നമ്മൾ ചുമ്മാ ഇരുന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്താ പറയുക, കുഴക്കട്ട കഴിച്ചുകൊണ്ട് വലിയ വിശപ്പോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ നല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. എഗ് ആൻഡ് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഷുട്ടൂന് ഞാൻ രാത്രി എഗ്ഗും ഇച്ചിരി ചോറും കൊടുത്തു. അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയി കിടന്നുറങ്ങി. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ.